ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയമാണ്. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് സ്റ്റീഫൻ ഗൗൾഡൻഐൽ എൽറിച്ച് എന്നൊരു സയൻറ്റിസ്റ്റാണ് ഇൻ ദ ഇയർ 1972. So according to this theory, organic evolution is characterized by geologically long and evolutionary periods without evolutionary changes punctuated by short period of rapid changes. Or evolution is a stop and proceed process in which species remain unmodified for geologically long period and give rise to new species in a short spell of profound changes. Evolution എന്നൊരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് പ്രോസസ്സാണ്. അതിൽ ഒരു സ്പീഷീസ് അൺമോഡിഫൈഡ് ആയിട്ട് റിമെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു സ്പീഷീസിന് മോഡിഫിക്കേഷൻസും വരാം. In this process of evolutionary rate are variable and certain new species arise abruptly leaving incomplete fossil records. Evolution എന്ന പ്രോസസ്സിൻ്റെ റേറ്റ് വേരിയബിൾ ആണ്. അതുപോലെ തന്നെ ഇവല്യൂഷണറി ടൈമിൽ സഡനായിട്ട് ചില സ്പീഷീസ് അപ്പിയർ ചെയ്യും. ദിസ് അപ്പാരൻറ്റ് ജമ്പ് ഇൻ ഇവല്യൂഷണറി സീക്വൻസ് is sometimes called as saltatory evolution. According to the theory of punctuated equilibrium, evolution involves short and rapid bursts of speciation alternating with long stationary period in which individual species remain in static without major modifications. അപ്പോൾ ഈ ഡയഗ്രാം പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം അതായത് ഫൈലറ്റ് ഗ്രാജുവലിസം ഷോ ചെയ്യുന്ന ഡയഗ്രാമാണ്. ഫസ്റ്റിൽ എ എന്ന് പറഞ്ഞ സ്പീഷീസിൽ നിന്ന് ഒരു ന്യൂ സ്പീഷീസ് ബി ഇവോൾവ് ചെയ്യും. A undergo a long period of stasis during which no morphological changes takes place. B does not undergo structural modification with time. A എന്ന് പറയുന്ന സ്പീഷീസിന് ന്യൂ സ്പീഷീസ് ബി ഇവോൾവ് ചെയ്യും. ബി എന്ന് പറയുന്ന എ സ്പീഷീസും ഒരു സ്റ്റാറ്റിസ് പീരീഡിലേക്ക് അത് അണ്ടർഗോ ചെയ്യും. അപ്പം അവിടെ ഒരു മോർഫോളജിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സ്പീഷീസ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യും. നെക്സ്റ്റ് ഡയഗ്രം ഫൈലറ്റ് ഗ്രാജുവലിസം ഷോ ചെയ്യുന്നതാണ്. ലീനിയേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രാജുവൽ സീരീസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഫോം കണക്റ്റിംഗ് ആൻസിസ്റ്ററൽ ആൻഡ് ഡിസെൻഡൽ ഓർഗാനിസം. ആ ഫൈലറ്റ് ഗ്രാജുവലിസത്തിൽ ആ ഒരു ലീനിയേജിൽ ഒരു സെർട്ടൻ ഓർഗാനിസം സ്പീഷീസ് ഉണ്ട്. അത് ആൻസിസ്റ്റർ ഫോമിൻ്റെയും ആൻസിസ്റ്റർ ഫോമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം അതിലുണ്ടാവും. അതുപോലെ തന്നെ എ ഗ്രാജുവലി ട്രാൻസ്ഫോം ടു സ്പീഷീസ് ബി. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ സ്ലോലി ഇവോൾവിങ് സ്പീഷീസ് സി. എ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബി ആവും. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ സ്പീഷീസിൽ നിന്ന് ബി സ്പീഷീസ് ഇവോൾവ് ചെയ്യും. ബി എന്ന് പറയുന്ന സ്പീഷീസിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് സി സ്പീഷീസ് ഇവോൾവ് ചെയ്യും. So, little or no speciation occurs during long period. However, during brief period, radical evolutionary changes occurs and lineage splits into new species evolve from slow and steady transformation of large ancestral populations. If only transformation had occurred without emergence of new species, then the lineage will come to an end and will extinct. Hence, a new species can also be raised by splitting of the lineage. ഒരു സ്പീഷീസ് എ എന്ന് പറയുന്ന സ്പീഷീസിന് ബി സ്പീഷീസ് എമേർജ് ചെയ്തിട്ടില്ലെങ്കിൽ, അവിടെ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ, ബി സ്പീഷീസ് ഇവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എ എന്ന് പറയുന്ന സ്പീഷീസ് വിൽ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. അതുപോലെ തന്നെ അവിടെ ന്യൂ സ്പീഷീസ് ഒക്കർ ചെയ്യുക വെച്ചാൽ എ എന്ന് പറയുന്ന സ്പീഷീസിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ബി സ്പീഷീസ് അവിടെ ഒക്കർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ബി സ്പീഷീസ് ഒക്കർ ചെയ്തിട്ടില്ലെങ്കിൽ എ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സ്പ്ലിറ്റിംഗ് ഈസ് എ സ്ലോ പ്രോസസ് സോ ദാറ്റ് ദ ടു ബ്രാഞ്ചസ് ഓഫ് ലീനിയേജ് ഡൈവേർജ് വിത്തൗട്ട് റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ. സ്പ്ലിറ്റിംഗ് ഒരു സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ്റെ റിഡക്ഷൻ ഒന്നും സംഭവിക്കാതെ തന്നെ ആ രണ്ട് ബ്രാഞ്ചസും ഡൈവേർജ് ചെയ്തു പോകും. ഫൈലറ്റ്
Phyletic gradualism might be too slow to produce major events of evolutionary changes. Reason is that morphological changes in successive population of lineage are only minor directionless variations. Prominent episodes of evolution are associated with the splitting of lineage, or phenotypic evolution occur by branching speciation or cladogenesis, which involves splitting of phyletic lineage into two without reduction in population. Evolution നടക്കുന്ന പ്രോമിനൻറ്റ് എപ്പിസോഡ്സ് അല്ലെങ്കിൽ പ്രോമിനൻറ്റ് ഈവൻറ്റ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ലീനിയേജ്. ഏതെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടാവാം. ഓർ ഫിനോട്ടിപ്പിക് ഇവല്യൂഷൻ ഒക്കേഴ്സ് ബൈ ബ്രാഞ്ചിങ് സ്പീസിയേഷൻ ഓർ ക്ലാഡോജെനസിസ്, വിച്ച് ഇൻവോൾവ് സ്പ്ലിറ്റിംഗ് ഓഫ് phyletic lineage into two without reduction in population. Each new lineage transforms into distinct species through gradual morphological divergence. ഓരോ പുതിയ ഫോം ചെയ്ത ലീനിയേജും ഡിസ്റ്റിങ്ക്റ്റ് സ്പീഷീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതിൻ്റെ മോർഫോളജിക്കൽ ഡൈവേർജൻസ് വെച്ചിട്ട് ഓരോ ന്യൂ ലീനിയേജസും ഡിസ്റ്റിങ്ക്റ്റ് സ്പീഷീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. Theory of punctuated equilibrium proposes that small isolated groups of a parental population can evolve rapidly into new species. Thus, isolated group, parental character കാണിക്കുന്ന ഐസൊലേറ്റഡ് ഗ്രൂപ്പ്സിന് ഒരു ന്യൂ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, കാർഡിനൽ ആസ്പെക്റ്റ് ഓഫ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. കാർഡിനൽ ആസ്പെക്റ്റ് ഓഫ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ മോസ്റ്റ് സ്പീസിയേഷൻ ഇസ് ക്ലാഡോജെനസിസ് റാദർ ദാൻ എനാജെനസിസ്. ഇവല്യൂഷണറി മോഡിഫിക്കേഷൻ ഇൻ എ ലീനിയേജ് ഒക്കേഴ്സ് മോസ്റ്റ്ലി ഡ്യൂറിങ് സ്പീസിയേഷൻ. ഒരു ലീനിയേജിൽ വരുന്ന ഇവല്യൂഷണറി മോഡിഫിക്കേഷൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം സ്പീസിയേഷൻ്റെ ടൈമിലാണ് ടേക്ക് പ്ലേസ് ചെയ്യാം. സ്പീസിയേഷൻ ഈസ് മോസ്റ്റ്ലി പെരിപാട്രിക്. Large and widespread species mostly undergo slow changes during their time of residence. Daughter species occurs in geographically limited region. Speciation പെരിപാട്രിക് ആണ്. അതുപോലെ തന്നെ ലാർജ് ആൻഡ് വൈഡ് സ്പീഷീസ് യൂഷ്വലി ദേ അണ്ടർഗോ സ്ലോ ചേഞ്ചസ് at the time of their residence. They undergo slow changes. Next, daughter species occurs only in a limited geographical region. Sampling of new evolved species result from ecological successions and dispersions. New ecological successions റിസൾട്ട് വഴിയാണ് ന്യൂ സ്പീഷീസിൻ്റെ സാമ്പിളിംഗ് ഒക്കെ ടേക്സ് പ്ലേസ് ചെയ്യാം. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് വേറൊരു സ്പീഷീസ് വരുന്ന ഒരു ഫിനോമിനയാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയും. അഡാപ്റ്റേഷൻ മോസ്റ്റ്ലി ഒക്കേഴ്സ് ത്രൂ ദ മെക്കാനിസം ഓഫ് സ്പീഷീസ് സെലക്ഷൻ. ഒരു എൻവയൺമെൻറ്റിൽ ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബെസ്റ്റ് അഡാപ്റ്റഡ് ടു ദ എൻവയൺമെൻറ്റ്. അപ്പം അതിന് ബെസ്റ്റ് അഡാപ്റ്റേഴ്സ് നാച്ചുറൽ സെലക്ഷനാണ്. അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ ഒക്കേഴ്സ് ത്രൂ ദ സെലക്ഷൻ. ഒരു സ്പീഷി അഡാപ്റ്റ് ആണോ അല്ലയോ എന്ന് അതിൻ്റെ സെലക്ഷൻ വഴിയാണ് കൺഫേം ചെയ്യുന്നത്. നെക്സ്റ്റ്, റെലവൻസ്. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിൻ്റെ റെലവൻസ് ആണ്. ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് സ്പീസിയേഷൻ മോസ്റ്റ്ലി ഇൻവോൾവ് ഇവല്യൂഷണറി ചേഞ്ചസ് റെസ്പോൺസിബിൾ ഫോർ അഡാപ്റ്റീവ് മോഡിഫിക്കേഷൻ. This is probably the consequence of inhibit action of gene flow homeostasis. It explains the abrupt appearance of new species and relative importance of stasis of species in evolution. സഡൻ അപ്പിയറൻസ്, ഓരോ സ്പീഷീസിൻ്റെ സഡൻ അപ്പിയറൻസിനെ പറ്റിയിട്ട് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. സ്പീഷീസ് സെലക്ഷൻ ഈസ് എ വേ ഇൻ വിച്ച് അഡാപ്റ്റീവ് ട്രെൻഡ് പ്രൊസീഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പീഷീസ് എൻവയൺമെൻറ്റിൽ അഡാപ്റ്റ് ആണോ അല്ലയോ അത് നേച്ചുറൽ സെലക്ഷൻ വഴി നേച്ചറിനോട് ഏറ്റവും ബെസ്റ്റായിട്ട് സ്യൂട്ടായതിനായിരിക്കും നേച്ചർ എപ്പോഴും സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഗ്രാജുവലിസം വേഴ്സസ്
punctuated equilibrium. Two diverse way of evolution of species with a short evolutionary period evolve by punctuated equilibrium. Species with a long evolutionary period evolve gradualism. ഷോർട്ട് ഇവല്യൂഷണറി പീരീഡുള്ള സ്പീഷീസിൻ്റെ ഇവല്യൂഷൻ ആണെങ്കിൽ അത് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം വഴിയും, അതുപോലെ തന്നെ ലോങ് ഇവല്യൂഷണറി പീരീഡുള്ള സ്പീഷീസ് ആണെങ്കിൽ അത് ഗ്രാജുവലിസം വഴിയായിരിക്കും ഇവോൾവ് ചെയ്യാം. ഗ്രാജുവലിസം ചേഞ്ചസ് ഇസ് സ്ലോ, സ്റ്റഡി ആൻഡ് കോൺസ്റ്റൻറ്റ് and consistent. Phyletic gradualism is the speciation through persistent accumulation of small variations in lineage. Phyletic gradualism is the speciation through persistent accumulation of small variations in lineage. Progressive transformation of a lineage to a distinctly new species through the gradual accumulation of heritable variation is called anagenesis. Progressive transformation of a lineage to a distinctly new species through gradual accumulation of heritable variation is called anagenesis. Anagenesis എന്നാൽ ഒരു സ്പീഷീസ് ഒരു ലീനിയേജിനെ ഒരു ഡിസ്റ്റിങ്ക്റ്റായ ന്യൂ സ്പീഷീസിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യും. ന്യൂ ഹെറിറ്റബിൾ വേരിയേഷൻസ് അത് എക്യുമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ന്യൂ ഹെറിറ്റബിൾ വേരിയേഷൻസ് എക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു സ്പീഷീസ് വേറെ ഒരു ഡിസ്റ്റിങ്ക്റ്റ്ലി ന്യൂ സ്പീഷീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് എനാജെനസിസ്. Phyletic gradualism and anagenesis lineage consists of grades of series of intermediate organism connecting ancestral and descendant organism. ഈ അനാജെനസിസിലും ഫൈലറ്റിക് ഗ്രാജുവലിസത്തിലും ആൻസിസ്ട്രലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയേറ്റ് ഓർഗാനിസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്കിൽ ഇത്രയാണ് പറയാനുള്ളത്. ഫസ്റ്റ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, അതിൻ്റെ കാർഡീനിയൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ റെലവൻസും, നെക്സ്റ്റ് പിന്നെ ഗ്രാജുവലിസം വേഴ്സസ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. അപ്പോൾ താങ്ക് യു.